ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഈ പ്രഭാതത്തിലും ദൈവം ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ വ്യത്യസ്തമാകുന്ന ഇടങ്ങളിലിരുന്ന് വ്യത്യസ്തമാകുന്ന സാഹചര്യങ്ങൾക്കകത്ത് ഈ സ്തോത്രം ഓൺലൈൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദൈവപ്രവർത്തികളെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, ഈ പ്രഭാതത്തിൽ ഹൃദയം നുറുങ്ങിയവരെ സൗഖ്യമാക്കുന്ന ദൈവം, രോഗികളെ വിടുവിക്കുന്ന കർത്താവ്, അതെ, ബന്ധിക്കപ്പെട്ട അനുഭവത്തിനകത്തു നിന്നും ബന്ധനങ്ങളെ അടിച്ച് സ്വതന്ത്രമാക്കുന്ന കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം അതിശക്തിയോടെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ സ്വീകരണ റൂമുകളിലേക്ക് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളെ പരിശുദ്ധയാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രഭാതമാണ്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, സ്തോത്ര, ദൈവം തൻ്റെ വചനമയച്ചു വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഒരുപക്ഷെ രോഗത്തിൻ്റെ അനുഭവത്തിനകത്ത് മുന്നോട്ട് പോകുന്നുണ്ടാകാം. സ്തോത്രം, ഏതെങ്കിലും വിഷയങ്ങളാൽ സ്തോത്രം ഹൃദയം തകർക്കപ്പെട്ട അനുഭവത്തിൽ, നുറുക്കപ്പെട്ട അനുഭവത്തിൽ നിങ്ങൾ സ്തോത്രം മുൻപോട്ട് പോകുന്നുണ്ടാകാം. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് അനുഭവത്തിനകത്തായിരുന്നാലും സ്തോത്രം നിങ്ങളെ അവിടെ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനം അത് ശക്തിയോടെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ സ്വീകരണ റൂമുകളിലേക്ക് വെളിപ്പെടാൻ പോകുകയാണ്. തുടർന്നുള്ള സ്തോത്ര മണിക്കൂറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ദൈവം ചെയ്യുന്ന മണിക്കൂറുകളാണ്. ഹല്ലേലൂയ. ഓ സ്തോത്രം, നിങ്ങൾ വിശ്വസിക്കുക, ഒരു അത്ഭുതത്തെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ പ്രാപിക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം നിങ്ങൾ കേൾക്കണമേ. യേശു ക്രിസ്തുവിൽ ആരൊക്കെ വിശ്വസിച്ചുവോ, യേശുവിൻ്റെ അരികിലേക്ക് ആരൊക്കെ കടന്നു വന്നുവോ, ആരൊക്കെ യേശുവിനെ തൊട്ടുവോ, യേശു ആരെയൊക്കെ തൊട്ടുവോ, അവരുടെ ജീവിതത്തിലൊക്കെയും മറക്കാൻ കഴിയാത്ത മിറക്കിളുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെ, ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ ഒരു സ്പർശനം അനുഭവിക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ അരികിൽ കടന്നു വരാം. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ അരികിൽ വരുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവന് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന സഹോദര, കടന്നു വന്നിരിക്കുന്ന സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ദൈവം ഒരത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രാപിക്കുക. സ്തോത്രം. കടന്നു വരാം. ഈ പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് നമ്മുടെ ധ്യാനത്തിനായി നൽകി തന്നിരിക്കുന്ന വേദപുസ്തക ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് ദയാലു എന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അരികിൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നാണ് സ്തോത്രം പത്രോസിന്റെ ലേഖനം. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്രം വ്യത്യസ്തമാകുന്ന വെളിപ്പാടുകളുടെ കലവറയാണ് വേദപുസ്തകം. ഹല്ലേലൂയ. വേദപുസ്തകം പഠിക്കുന്ന ഏതൊരു മനുഷ്യരും മനസ്സിലാക്കാൻ കഴിയും, വ്യത്യസ്തമാകുന്ന നിലവാരത്തിലുള്ള ദൈവിക വെളിപ്പാടുകളുടെ കലവറയാണ് സ്തോത്രം വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതിനകത്ത് പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ വെളിപ്പാടുകളുടെ ആഴങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. കാലഘട്ടത്തിൽ സ്തോത്രം ആരൊക്കെ ക്രിസ്തുവിന്റെ വെളിപ്പാടുകൾ പ്രാപിക്കുന്നുവോ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവിലെ മുറുകെ പിടിച്ച് ആരുടെ മേലൊക്കെയോ ദൈവത്തിന്റെ വെളിപ്പാടുകളുടെ കലവറകളെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടോ, അവരുടെ ചരിത്രങ്ങൾ മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ നിലകളിൽ വ്യത്യസ്തമാകുന്ന ദൈവിക വെളിപ്പാടുകളെ പ്രാപിക്കപ്പെടുകയും പ്രാപിക്കപ്പെട്ട വെളിപ്പാടുകൾ സ്തോത്രം പ്രഖ്യാപിക്കുകയും ചെയ്ത ദൈവമനുഷ്യനിൽ പ്രധാനിയാണ് അപ്പോസ്തലനായ പത്രോസ്ലീഗ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ, പത്രോസ്ലീഗ സ്തോത്രം ഈ ലേഖനം സ്തോത്രം പത്രോസ്ലീഗയിലൂടെ പരിശുദ്ധയാത്മാവ് ഈ ലേഖനം രേഖപ്പെടുത്തുമ്പോഴും ഈ ലേഖനം പഠിക്കുന്ന ഏതൊരു ദൈവ മനുഷ്യനും മനസ്സിലാക്കുവാൻ കഴിയും, ആഴമേറിയ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവകൃപയുടെ ആഴമേറിയ മഹത്വത്തെയാണ് പത്രോസ്ലീഗ ദൈവസഭയുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. മത്തായി സുവിശേഷം പരിശോധിച്ചാൽ സ്തോത്രം അതിന്റെ 16-ാമത്തെ അധ്യായത്തിൽ സ്തോത്രം അതിപ്രധാനമായ സ്തോത്രം ഒരു വെളിപ്പാട് പത്രോസ് സ്തോത്രം പ്രഖ്യാപിക്കുകയാണ്. യേശു കർത്താവ് ഫിലിപ്പിയർ കൈസർ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം അത്ഭുത
അത്ഭുതങ്ങൾ ചെയ്ത ദേശത്ത്, അടയാളങ്ങൾ ചെയ്ത ദേശത്ത്, അസാധാരണമായ വീര്യപ്രവർത്തികൾ വെളിപ്പെടുത്തിയ ദേശത്ത് കർത്താവ് കടന്നു വരുമ്പോൾ, കടന്നു വന്ന കർത്താവ് സ്തോത്രം ജനങ്ങളോട് സ്തോത്രം ആമേൻ, ഈ അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് എന്നെ കുറിച്ച് ജനം എന്തെന്ന് പറയുന്നു എന്ന് ചോദിപ്പാൻ ശിഷ്യന്മാരോട് പറഞ്ഞേക്കുമ്പോൾ, ജനങ്ങൾ വ്യത്യസ്തമാകുന്ന നിലകളിൽ ജഡരക്തങ്ങളിൽ ആശ്രയിച്ചുള്ള വ്യത്യസ്തമാകുന്ന മറുപടികൾ യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ നടുവിൽ സ്തോത്രം തന്റെ പ്രിയ ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറയുവാൻ സ്തോത്രം ആർക്കും കഴിയാതിരിക്കുമ്പോൾ, 11 പേർ മൗനമാകുമ്പോൾ പത്രോസ് അതരം തുറന്ന് വെളിപ്പെടുത്തുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. സ്തോത്രം സ്തോത്രം. ഒന്നാമത് പത്രോസ് യേശുവിനെ നോക്കി ദൈവത്തിൽ നിന്നും പ്രാപിക്കപ്പെട്ട ദൈവിക വെളിപ്പാടിനെ വെളിപ്പെടുത്തുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതേ പത്രോസ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, സ്തോത്രം വിസ്താരത്തിനകത്തേക്ക് അകപ്പെടുമ്പോൾ, പത്രോസ് സ്തോത്രം ന്യായാധിപ സംഘത്തെ നോക്കി വിളിച്ചു പറഞ്ഞ പദമികളാണ്, വീട് പണിതവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ സ്തോത്രം കോണിന്റെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കണമേ. അടുത്ത പദം, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അതേ സഹോദരങ്ങളെ, സ്തോത്രം വെളിപ്പാട് പ്രാപിക്കപ്പെട്ട ദൈവമനുഷ്യന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറുവാനിടയായി തീർന്നു. ഈ പ്രഭാതത്തിൽ സ്തോത്രം ആരെങ്കിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളെ സ്തോത്രം ഈ പ്രഭാതത്തിൽ പ്രാപിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതെ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന് വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. സഭ മുന്നോട്ട് പോകുന്നത് അറിവിന്റെ അടിസ്ഥാനത്തിലല്ല, സഭ മുന്നോട്ട് പോകുന്നത് വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. പരിശുദ്ധയാത്മാവിൽ ആശ്രയിക്കുന്ന സഭയെ, പരിശുദ്ധയാത്മാവിൽ ആശ്രയിക്കുന്ന സഹോദര, പരിശുദ്ധയാത്മാവിൽ ആശ്രയിക്കുന്ന സഹോദരി, നിന്റെ ജീവിതത്തിൽ സ്തോത്രം ആകമാനമായി മാറ്റിമറിക്കുന്ന സ്തോത്രം ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും നിന്റെ ജീവിതത്തെ ആഴമായി മാറ്റിമറിക്കത്തക്ക തലങ്ങളിൽ സ്തോത്രം വെളിപ്പാടുകളുടെ കൈമാറ്റങ്ങൾ നിന്റെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, ആരൊക്കെ യേശു ക്രിസ്തുവുമായുള്ള സ്തോത്രം കൂട്ടിമുട്ടൽ അനുഭവിച്ചു, ആരൊക്കെ യേശു കർത്താവുമായി കൂട്ടിമുട്ടിയോ, ആർക്കൊക്കെ യേശു കർത്താവുമായുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായോ, അവരുടെ ജീവിതത്തിലൊക്കെയും ദൈവിക വെളിപ്പാടുകളെ ദൈവം പകർന്നിട്ടുണ്ട്. നമുക്കറിയാം സ്തോത്രം, ഈ ലേഖനത്തെ പഠിക്കുമ്പോൾ തന്നെ സ്തോത്രം ഈ ലേഖനം സ്തോത്രം എഴുതുവാൻ പരിശുദ്ധയാത്മ ഉപയോഗിച്ച് അപ്പോസ്തലനായ പത്രോസിന്റെ ജീവിതത്തെ നാം എടുത്ത് പരിശോധിച്ചാൽ, യേശു കർത്താവുമായുള്ള ഒറ്റ കൂട്ടിമുട്ടലാണ് ആ മനുഷ്യന്റെ ജീവിതത്തെ ആകമാനമായി മാറ്റിമറിച്ചത്. ഇന്ന് പ്രഭാതത്തിലും ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധയാത്മ നിറവിൽ കൈമാറട്ടെ. യേശു ക്രിസ്തുവുമായി ഒരു എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടായാൽ, സ്തോത്രം യേശു ക്രിസ്തുവുമായി ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, നിങ്ങളുടെ ചരിത്രം മാറുവാനിടയായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ ഏതവസ്ഥയിൽ ആയിരിക്കുന്ന വ്യക്തി തന്നെ ആയാലും, സ്തോത്രം നിങ്ങളുടെ സാഹചര്യം എന്തായാലും, സ്തോത്രം നിങ്ങളുടെ അനുഭവങ്ങൾ എന്തായാലും, എത്ര പരാജയപ്പെട്ട വ്യക്തിയായാലും, യേശു കർത്താവുമായി ഒരു എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ, കുഞ്ഞെ, ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതം മുഴുവനുമായി മാറാൻ പോകുകയാണ്. അതെ, മാനുഷികമായ അതിർവരമ്പുകൾ പൊട്ടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം അതിർവരമ്പുകളെ പൊട്ടിച്ച് സ്തോത്രം ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ക്രമത്തിൽ, സ്തോത്രം ഒരുപക്ഷെ നിന്റെ കുടുംബക്കാർക്കായിരിക്കാം, നിന്റെ ദേശത്തിനായിരിക്കാം, ആമേൻ, നിന്റെ ചർച്ചക്കാരുടെ ഇടയിൽ പോലും ആർക്കും നിന്നെ കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത ക്രമത്തിൽ ദൈവിക വർധനവുകളിലേക്ക് പരിശുദ്ധയാത്മാവ് നിന്നെ നയിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ യേശുവുമായി ഒരു കൂട്ടിമുട്ടൽ. കേൾക്കണമേ സഹോദരങ്ങളെ. സ്തോത്രം തന്റെ സഹോദരനായ അന്ത്രയോസ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സ്തോത്രം ശീമോൻ യേശുവിനെ കാണുവാൻ കടന്നു വരികയാണ്. കടന്നു വരുന്ന ശീമോനെ നോക്കി യേശു വെളിപ്പെടുത്തുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ കേഫയായി മാറുവാൻ പോകുകയാണ്. ഒറ്റ വാക്ക് സ്തോത്രം സ്തോത്രം പേര് വിളിച്ച്, അപ്പന്റെ പേര് വിളിച്ച് കർത്താവ് പറയുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ കേഫയായി മാറുവാൻ പോകുക
പോകുകയാണ്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഇന്ന് നീ തകർക്കപ്പെടുന്ന അനുഭവത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നീ ഉടയപ്പെടുന്ന അനുഭവത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്തോത്രം വഴിവഴുപ്പിന്റെ അവസ്ഥയിലാണ് നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷങ്ങളിൽ പോലും നിനക്ക് തകർച്ച സംഭവിക്കാം. പക്ഷേ ഞാൻ നിന്നെ കേവയായി മാറ്റുവാൻ പോകുകയാണ്. അതേ സഹോദരങ്ങളെ, യേശുവിന്റെ അരികിൽ ഒരു മനുഷ്യൻ കടന്നു വന്നാൽ അവൻ കേൾക്കുന്നത് തകർച്ചയുടെ വാക്കുകളല്ല. യേശുവിന്റെ അരികിൽ ഒരുവൻ കടന്നു വന്നാൽ അവൻ കേൾക്കുന്നത് ഹൃദയത്തെ ഉടയ്ക്കുന്ന വാക്കുകളല്ല. യേശുവിന്റെ അരികിൽ ഒരുവൻ കടന്നു വന്നാൽ അവന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ എത്ര യേശു കൈമാറുന്നത്. ഈ പ്രഭാതത്തിലും ഹൃദയം നുറുങ്ങിയിരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഇടപെടുകയാണ്. ഓ സ്തോത്രം, ഇനി ഒരു സ്തോത്രം മുന്നേറ്റം ഇല്ല എന്ന്, സകലതും സ്റ്റോപ്പാക്കപ്പെട്ടിരിക്കുമ്പോൾ, സകലതും സ്തോത്രം സീൽ ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ, സ്തോത്രം മാനുഷിക സീലുകളെ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ പരിശുദ്ധയാത്മ വെളിപ്പെടുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ കേൾക്കണമേ. സ്തോത്രം അതിരുകളെ വിശാലമാക്കുന്ന ദൈവം, താഴ്വരയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കരം പിടിച്ചു കയറ്റുന്ന ദൈവം. സ്തോത്രം കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ കേവയായി മാറ്റാൻ പോകുകയാണ്. കേൾക്കണമേ സഹോദരങ്ങളെ, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇത് സ്വന്തം ഒരു പ്രസ്ഥാനത്തിന്റെ വാക്കല്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും തന്റെ വചനങ്ങൾക്ക് മാറ്റമില്ലെന്ന് പറഞ്ഞ സർവകൃപാലുവായ ദൈവത്തിന്റെ വാക്കാണ്. ഈ പ്രഭാതത്തിൽ കേൾക്കുക, മനുഷ്യർ എന്ത് പറഞ്ഞു എന്നതല്ല വിഷയം, നിന്നെ കുറിച്ച് ദൈവം എന്ത് പറയുന്നു എന്നതാണ് വിഷയം. സ്തോത്രം. ഈ പ്രഭാതത്തിൽ മനുഷ്യർ നിന്നെ കുറിച്ച് എന്ത് പറഞ്ഞോട്ടെ, ലോകം നിന്നെ കുറിച്ച് എന്ത് പറഞ്ഞോട്ടെ, ഈ പ്രഭാതത്തിൽ കുഞ്ഞ് നീ ദൈവത്തിന്റെ കരങ്ങളിൽ ആമേൻ സുരക്ഷിതനാണെങ്കിൽ, നീ ദൈവത്തിന്റെ കണ്ണുകളിൽ നിർമ്മലനാണെങ്കിൽ, സ്തോത്രം, നീ ദൈവത്തിന്റെ കണ്ണുകളിൽ പ്രിയപ്പെട്ടവനാണെങ്കിൽ, ലോകക്കാരെന്ത് പറഞ്ഞാലും ചാർച്ചക്കാരെന്ത് പറഞ്ഞാലും നോ പ്രോബ്ലം. ഈ പ്രഭാതത്തിൽ സ്തോത്രം നിന്നെ കൈവിടാത്തവൻ, സ്തോത്രം നിന്നെ താങ്ങുന്നവൻ, ആപത്തുകളിൽ നിന്നെ താങ്ങുന്നവൻ, സ്തോത്രം ദുഷ്ടന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാത്തവൻ ഇന്ന് പ്രഭാതത്തിലും നിനക്ക് വേണ്ടി ഇടപെടുകയാണ്. സ്തോത്രം. ശീമോനെ കണ്ട മാത്രയിൽ കർത്താവ് പറയുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ കേഫയായി മാറുവാനിടയായി തീരും. ഈ പ്രഭാതത്തിൽ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്ക് മാറുകയില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം നിന്നോട് പറഞ്ഞത് സ്തോത്രം സംഭവിക്കത്തില്ലെന്നുള്ള ക്രമത്തിൽ 100 അസാധ്യതകൾ നിന്റെ കൺമുമ്പിൽ കാണുമ്പോഴും ഈ പ്രഭാതത്തിൽ ആത്മാവ് നിന്നോട് പറയുന്നു, സ്തോത്രം ലോകം കാണിക്കുന്നതല്ല ഞാൻ നിന്നെ കാണിച്ചത്, ഞാൻ നിന്നോട് സംസാരിച്ചത്, സ്തോത്രം എന്റെ ആത്മാവ് നിന്നോട് ഇടപെട്ടത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഇതുവരെ ഇല്ലാത്ത സ്തോത്രം കർത്താവുമായുള്ള ഒരു ബന്ധത്തിലേക്ക്, അതേ കർത്താവുമായുള്ള ഒരു എൻകൗണ്ടർ ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ, ഇതാ നിന്റെ ജീവിതത്തിന് വെളിപ്പെട്ടു നിൽക്കുന്ന പരാജയത്തിന്റെ ചിന്തകൾ ചിതറാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. സ്തോത്രം, ചിലതിന്റെ ജീവിതത്തിന് മുമ്പിൽ സ്തോത്രം ദൈവ പദ്ധതികളുടെ പൂർത്തീകരണം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് വെളിപ്പെട്ടു നിൽക്കുന്ന പരാജയത്തിന്റെ മതിൽക്കെട്ടുകളെ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ഉടയ്ക്കാൻ പോകുകയാണ്. സ്തോത്രം, പ്രതിസന്ധി എന്ന് ലോകം പറയുമ്പോഴും നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണങ്ങൾ നീ കാണാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി പുതിയ വഴികളെ ദൈവം തുറക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള ദൈവപ്രവർത്തികളിലേക്ക് പരിശുദ്ധയാത്മാവ് ചിലരെ വഴി നടത്താൻ പോകുകയാണ്. അതേ സഹോദരങ്ങളെ, സ്തോത്രം, ശീമോനെ കർത്താവ് കേവയായി മാറ്റാൻ ഇടയായി തീർന്നു. സ്തോത്രം. എത്ര പരാജയങ്ങൾ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഓരോ പരാജയങ്ങൾ വരുമ്പോഴും, ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും സ്തോത്രം തന്നോട് വാക്ക് പറഞ്ഞ ദൈവം അകന്നുപോയില്ല, തന്നോട് വാക്ക് പറഞ്ഞ കർത്താവ് മാറിപ്പോയില്ല. പ്രതിസന്ധികളുടെ നടുവിൽ, പരാജയങ്ങളുടെ നടുവിൽ തന്നെ ജയിപ്പിക്കാൻ ഈ കർത്താവ് കൂടെ ചലിക്കാനിടയായി തീർന്നു. അതെ, ഈ പ്രഭാതത്തിൽ നിന്നോട് വാക്ക് പറഞ്ഞ ദൈവം നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ വിട്ട് മാറിപ്പോകുന്ന കർത്താവല്ല. സ്തോത്രം, കേൾക്കണമേ സഹോദരങ്ങളെ. സ്തോത്രം, നിന്നോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നോട് ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിന്നെ വിട്ട് മാറിപ്പോകുന്നവനല്ല ഈ കർത്താവ്. നിന്റെ പ്രതിസന്ധി ഘട്ടത്തിലും നിന്നോടുള്ള നിയോഗത്തിന്റെ പൂർത്തീകരണം വെളിപ്പെടുത്താൻ, നിന്നോട്
പറഞ്ഞ ദൈവിക ശബ്ദത്തിന്റെ നിവർത്തീകരണം വെളിപ്പെടുത്താൻ തക്ക സമയത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടുന്നവനാണ്. ഈ ദിവസങ്ങൾ പ്രതികൂലങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവോ? ഈ ദിവസങ്ങൾ പ്രതിസന്ധികൾ നിങ്ങളെ വല്ലാണ്ട് സ്തോത്രം ഭാരപ്പെടുത്തുന്നുവോ? ഇതാ പ്രതിസന്ധികൾ നീങ്ങാൻ പോകുകയാണ്, പ്രതികൂലങ്ങൾ മാറിപ്പോകാൻ പോകുകയാണ്. നിങ്ങൾ സുരക്ഷിതമായി ദൈവത്തിന്റെ തുറമുഖത്തേക്ക്, ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക തുറമുഖത്തിലേക്ക് നിങ്ങൾ അണയുവാൻ പോകുകയാണ്. അതെ, ഓ സ്തോത്രം, ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ കർത്താവ് കൂടെ ഇരുന്നു, പ്രതികൂലത്തിന്റെ അനുഭവത്തിനകത്ത് കർത്താവ് കൂടെ ഇരുന്നു. ഓ സ്തോത്രം, വാക്ക് പറഞ്ഞ ദൈവം, ഓ സ്തോത്രം, ആമേ, രാത്രിയുടെ യാമത്തിൽ, ഓ പ്രാണഭയത്തിലാകുമ്പോഴും ഈ കർത്താവ് അവരുടെ കൂടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ അത്ര ഉറപ്പുള്ള ദൈവമനുഷ്യനാണ്. ഓ സ്തോത്രം, ദൈവസഭയോട് പറയുന്നത്, ഓ സ്തോത്രം, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരേ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഓ സ്തോത്രം, കാരണം പത്രോസിനറിയാം, എന്റെ തകർച്ചയുടെ അനുഭവത്തിന്റെ നടുവിലും എന്റെ മേൽ ജീവൻ പകർന്ന ജീവന്റെ കല്ലാണ് കർത്താവായ യേശുക്രിസ്തു. അതെ, ഞാൻ സ്തോത്രം ഉടയപ്പെട്ട അനുഭവത്തിലും, ഓ സ്തോത്രം, എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള നിലവാരത്തിൽ പ്രാണഭയത്തിലായ അനുഭവത്തിലും എന്റെ അരികിലേക്ക് കടന്നു വന്ന് എന്റെ മേൽ ജീവൻ പകർന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതെ, ഓ സ്തോത്രം, ഞാൻ അവനെ തള്ളിപ്പറഞ്ഞ് അവന്റെ സാന്നിധ്യം വിട്ട് അകന്ന് സഞ്ചരിക്കുമ്പോഴും, ഓ ഞാൻ പോയ പരാജയത്തിന്റെ തുറമുഖത്തേക്ക് എന്നെ തേടി വന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അത് ഈ ജീവനുള്ള കല്ലായ കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്നേ, ആ ജീവനുള്ള കല്ലായ യേശുവിന്റെ അരികിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞെ, ഓ ജീവൻ നഷ്ടപ്പെട്ട ആത്മീക ജീവനായിക്കൊള്ളട്ടെ, ഭൗതിക ജീവനായിക്കൊള്ളട്ടെ, ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള അനുഭവത്തിൽ നീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഒരുപക്ഷെ നിന്റെ ആത്മീക ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അഭിഷേകം നിന്നിൽ നിന്നും അന്യപ്പെട്ടിട്ട് പോയിട്ടുണ്ടാകാം. ഈ പ്രഭാതത്തിൽ നിന്റെ മേൽ ജീവൻ പകരുന്ന ഒരു ജീവനുള്ള കല്ലായ യേശുവിനെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഈ പ്രഭാതത്തിൽ ആ ജീവനുള്ള കല്ലായ യേശുവിന്റെ അരികിൽ നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ പണിയാൻ പോകുകയാണ്. ഓ ദൈവം നിങ്ങളെ പണിയാൻ പോകുകയാണ്. ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരുന്ന ക്രമത്തിൽ ഈ പ്രഭാതത്തിൽ സ്വർഗം നിങ്ങളെ പണിയാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ദൈവഹിതത്തിനകത്തുനിന്നും അന്യപ്പെടുത്തുന്ന, ദൈവപദ്ധതിയിൽ നിന്നും വല്ലാണ്ട് ഓ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന, പദ്ധതികളെ തകർക്കുന്ന ഒരു ദൈവകൃപ ഈ പ്രഭാതത്തിൽ ഓ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഓ സ്തോത്രം, നീ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഓ സ്തോത്രം, ഒറ്റപ്പെട്ട അനുഭവത്തിൽ പ്രാണഭയത്തിലായപ്പോൾ ഇറങ്ങി വന്ന കർത്താവ്, ഓ സ്തോത്രം, ഗെത്ശമനെ തോട്ടത്തിനകത്ത് ഓ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഉറങ്ങിയപ്പോഴും, ഓ സ്തോത്രം, അവിടെയും ഓ സ്തോത്രം തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്ന കർത്താവ്, അവൻ എന്തിനേറെ പറയുന്നു, ഒരു പെൺകുട്ടിയുടെ നടുവിൽ സ്തോത്രം, കയ്യപ്പാവിന്റെ അരമന മുറ്റത്ത് പ്രവേശന കവാടത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ വാക്കിന് മുമ്പിൽ തള്ളിപ്പറഞ്ഞ മനുഷ്യൻ, ഈ മനുഷ്യനെ ഓ സ്തോത്രം, ദൈവത്തിന്റെ നിയോഗമനുസരിച്ച് ഓ സ്തോത്രം 3000 പേരെ സ്തോത്രം, ഒന്നാമത്തെ ഉണർവിന്റെ കാലഘട്ടത്തിൽ 3000 പേരെ, ഒറ്റ പ്രസംഗത്തിനകത്ത് 3000 പേർ ഓ കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരണമെങ്കിൽ, സഭയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ മനുഷ്യന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ജീവൻ ചെറുതല്ല. അതെ, തകർന്നു കിടന്ന മനുഷ്യൻ, അവൻ ഒട്ടനവധി തകർച്ചയുടെ ചിന്തയും വഹിച്ചുകൊണ്ട് ഉടയപ്പെട്ട മനസ്സുള്ളവനായി ഓ പിന്മാറിപ്പോയ, ഓ സ്തോത്രം, തന്റെ പഴയ പണിക്ക് ഇറങ്ങി തിരിച്ച് ഒരു പത്രോസിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന ഈ കർത്താവ് പകർന്ന ജീവനാണ്. ഓ ദൈവത്തിന്റെ നിയോഗമനുസരിച്ച് പെന്തക്കോസ്ത് നാളിൽ ഓ സ്തോത്രം, കൂടെയുള്ളവർ മൗനമായപ്പോൾ ഓ സ്തോത്രം, ജനം ചോദിച്ച ചോദ്യം, ഓ സ്തോത്രം, വെളിപ്പെട്ട അഭിഷേകത്തിന് മുമ്പിൽ, വെളിപ്പെട്ട ദൈവശക്തിക്ക് മുമ്പിൽ ഓ സ്തോത്രം, പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് ലോകം പറഞ്ഞ്, ലോകം സ്തോത്രം വ്യത്യസ്തമാകുന്ന ആശയങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ നടുവിൽ അധികാരത്തോടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന്, ഇത് സ്തോത്രം, ആമേ സ്തോത്രം, പുതുവീഞ്ഞു കുടിച്ചതല്ല, പകൽ 3 മണി നേരമല്ലേ ആയിട്ടുള്ളൂ, ഇത് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ പ്രവാചകനായ യോവേൽ പ്രവാചകനിലൂടെ പ്രവചിച്ച്, ആമേ സ്തോത്രം, ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ നിവർത്തീകരണം
കാരണമാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് സ്തോത്രം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം അധികാരത്തിന്റെ വാക്കുകൾ എവിടെ നിന്നാ വെളിപ്പെട്ടു വന്നേ? പത്രോസിന്റെ മേൽ വ്യാപരിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു. അത് മനുഷ്യന്റെ മേൽ നിന്ന് വ്യാപരിച്ചതല്ല. ആമേൻ സ്തോത്രം. അത് പ്രസ്ഥാനങ്ങളിൽ നിന്നും കിട്ടിയതല്ല. അത് സ്തോത്രം തന്നെ വിളിച്ചു പുറത്തു കൊണ്ടുവന്ന് പ്രതികൂലത്തിന് നടുവിൽ വഴിവെഴുപ്പിന്റെ അവസ്ഥക്കകത്ത് ആമേൻ സ്തോത്രം അകത്തുനിന്നും തന്നെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്ന സ്തോത്രം ദൈവത്തിന്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കാൻ വിളിച്ചു പുറത്തു കൊണ്ടുവന്ന് ജീവനുള്ള കല്ലായ സ്തോത്രം വീടിന്റെ കോണിന്റെ മൂലക്കല്ലായ അതെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിൽ നിന്നും പകരപ്പെട്ട ദൈവത്തിന്റെ ജീവനാണ് ആ ക്രിസ്തു. സ്തോത്രം ജീവനുള്ള കല്ലാണ്. ഇന്ന് പ്രഭാതത്തിൽ ഏത് തകർച്ചയിലൂടെ കടന്നു പോകുന്നവന്റെ മേലും സ്തോത്രം ജീവൻ പകരുവാൻ കഴിയുന്ന സ്തോത്രം എന്തിനേറെ പറയുന്നു കുഞ്ഞ്, നിന്റെ ജീവിതത്തിൽ അടുത്ത മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്ന സർവകൃപാലുവായ ഒരു ദൈവം, സർവകൃപാലുവായ ഒരു കർത്താവ്. അവൻ വെളിച്ചത്തിന്റെ അധികാരിയാണ്. അവൻ വെളിച്ചത്തിന്റെ രാജ്യത്തിന്റെ ഉടയവനാണ്. ഇന്ന് പ്രഭാതത്തിലും നീ ആയിരിക്കുന്നത് ഏത് തുറമുഖത്താണെങ്കിലും സ്തോത്രം നിന്നെ വിടുവിക്കാൻ കഴിയുന്ന വെളിച്ചത്തിന്റെ രാജ്യത്തിന്റെ ഉടയവൻ, ദൈവരാജ്യത്തിന്റെ കർത്താവ് ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്, നിന്നോട് സംസാരിക്കുകയാണ്. ഈ വിശുദ്ധ പ്രഭാതത്തിൽ സ്തോത്രം യേശു കർത്താവുമായി ഒരു കൂട്ടിമുട്ടൽ. ആമേൻ. ജീവനുള്ള കല്ലായ യേശു ക്രിസ്തുവിന്റെ അരികിലേക്കുള്ള സ്തോത്രം കടന്നു വന്ന് ആ കർത്താവുമായുള്ള ഒരു സന്ദർശനം, അതെ ഒരു ദൈവ സ്പർശനം, അടുത്ത നിലവാരങ്ങളിലുള്ള ഒരു ദൈവിക സ്പർശനം യേശു ക്രിസ്തുവിലൂടെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറാൻ പോകുകയാണ്. സ്തോത്രം ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ സ്വർഗം നിനക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ പരിഹരിക്കാൻ പോകുകയാണ്. നീ ആയിരിക്കുന്ന അവസ്ഥകൾക്ക് വ്യതിയാനത്തെ പരിശുദ്ധയാത്മാവ് ഈ പ്രഭാതത്തിൽ കൽപ്പിക്കാൻ പോകുകയാണ്. ഇത് തകർച്ചയുടെ പ്രഭാതമല്ല, ഇത് ഉടച്ചിലിന്റെ പ്രഭാതമല്ല, ഇത് നിന്നെ പണിതെഴുന്നേൽപ്പിക്കുന്ന പ്രഭാതമാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലും വ്യാപരിക്കുന്ന ദൈവശക്തി, ദൈവത്തിന്റെ ജീവൻ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക സഹോദരങ്ങളെ. നീ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്ന മാത്രയും നിന്റെ സ്വീകരണ റൂമുകളിലേക്ക് ആ സാന്നിധ്യം കടന്നു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വീകരണ റൂമുകളിലേക്ക് ദൈവമഹത്വം ചലിക്കപ്പെടുകയാണ്. സ്തോത്രം തകർന്നു കിടക്കുന്ന ചിലതിന്റെ ഹൃദയങ്ങളിലേക്ക് ദൈവാത്മാവ് ചലിക്കുകയാണ്. പരിശുദ്ധയാത്മാവിന്റെ ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ മൂകതകളും കുടുംബങ്ങൾ വിട്ട് മാറുകയാണ്. എല്ലാ സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങളെയും പരിശുദ്ധയാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ശാസിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സ്പർശനം അനുഭവിക്കാൻ ഒരുങ്ങട്ടെ. ഈ പ്രഭാതത്തിൽ കുഞ്ഞ്, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം നിന്നെ വിളിക്കുകയാണ്, സ്വർഗം നിന്നെ വിളിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നിന്നെ വിളിച്ച്, നിന്നെ രക്ഷിച്ച്, നിന്നെ താങ്ങുന്ന ജീവനുള്ള ദൈവത്തിന്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കാൻ തക്കവണ്ണം സ്വർഗം നിന്നെ വിളിക്കുകയാണ്. അതിനുള്ള ബലത്തെ ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള അഭിഷേകത്തെ ദൈവം നിന്റെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള കരുത്തുറ്റ ഒരു ആത്മീക ജീവിതത്തിന് ഉടമയാക്കി തീർക്കുവാൻ ഈ പ്രഭാതത്തിൽ നിന്നെ, നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പഴയത് മറക്കുക. സ്തോത്രം നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുൻകാല ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മറന്നു കളയുക. ഈ പ്രഭാതത്തിൽ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക്, യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക്, അതെ ജീവനുള്ള കല്ല യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് കടന്നു വരിക. നിന്റെ ജീവിതം മാറാൻ പോകുകയാണ്. നിന്റെ അവസ്ഥകൾക്ക് വ്യതിയാനം ഉണ്ടാകാൻ പോകുകയാണ്. ദേശത്തിന്റെ നടുവിൽ സ്തോത്രം നീ ദൈവത്തിന്റെ സ്തോത്രം ആമേൻ കൺമണിയാണെന്ന് തിരിച്ചറിയത്തക്ക ക്രമത്തിൽ ഈ ദിവസങ്ങൾ ദൈവം ചില അടയാളങ്ങൾ നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുകയാണ്. ദൈവം ചില അടയാളങ്ങൾ നിനക്ക് വേണ്ടി വെക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, ദൈവമഹത്വത്തെ സ്വീകരിക്കുക. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഇത്രമാത്രം പരാജയങ്ങൾ അനുഭവിച്ച് സ്തോത്രം, ഇത്രമാത്രം സ്തോത്രം തകർച്ചകളിലൂടെ കടന്നുപോയ ഈ മനുഷ്യനെ പെന്തിക്കോസ്ത് നാളിൽ ഒറ്റ പ്രസംഗത്തിനകത്ത് 3000 പേരെ നേടത്തക്ക നിലകളിൽ കരുത്തു പകർന്നതിന്റെ പിന്നിൽ വ്യാപരിച്ച ഒരു ദൈവത്തിന്റെ ജീവനുണ്ട്. ആമേൻ. സ്തോത്രം. ആ ജീവൻ ആ മനുഷ്യന്റെ അകത്ത് ദൈവം പകർന്ന് ദൈവം ആ മനുഷ്യനെ പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തിൽ കരുത്തുറ്റ
എടുത്ത് അഭിഷക്തനാക്കി, അപ്പോസ്തലനാക്കി സ്വർഗം വാർത്തെടുത്ത് ദൈവസഭയുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ട് ആ മനുഷ്യനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അരികിൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരേ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഹല്ലേലൂയ. കേൾക്കണമേ സഹോദരങ്ങളെ, ആരോടാ സംസാരിക്കുന്നേ? ദൈവസഭയോടാ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നേ. എന്തിനാ സംസാരിക്കുന്നേ? സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തിലേക്ക്, സ്തോത്രം, ആമേൻ, വെളിച്ചത്തിന്റെ അവകാശത്തിലേക്ക് സഭ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവം സ്തോത്രം സഭയെ പണിയുന്ന മെത്തേഡുകളെ കുറിച്ച് പരിശുദ്ധാത്മാ നിയോഗത്തിൽ ദൈവ മനുഷ്യരിലൂടെ കൈമാറുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, സ്തോത്രം, ജീവനുള്ളതല്ല യേശു ക്രിസ്തുവിന്റെ അരികിൽ വരുന്നതിലൂടെ ഒന്നാമതായി സംഭവിക്കുന്നത്, ആമേൻ, ജീവനുള്ളതല്ലായ യേശു ക്രിസ്തുവിന്റെ അരികിൽ കടന്നു വരുന്ന യാതൊരു വ്യക്തിയും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആയിത്തീരുകയാണ്. ഒന്നാമതായി ദൈവം ആഗ്രഹിക്കുന്നത്, യേശുവിന്റെ അരികിൽ കടന്നു വന്നാൽ നിങ്ങളിലും ആ ജീവൻ വ്യാപരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളിലും ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നാമതായി ജീവനുള്ള കല്ലുകളായി തീരുവാൻ ദൈവം പണിയുകയാണ്. രണ്ടാമതായി ഒരു ആത്മീക ഗ്രഹമായി തീരേണ്ടതിന് ദൈവം പണിയുകയാണ്. മൂന്നാമതായി വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് ദൈവം നമ്മെ പണിയുകയാണ്. മൂന്ന് നിലവാരങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്തിനാ? ജീവനുള്ളതല്ല യേശു ക്രിസ്തുവിന്റെ അരികിൽ കടന്നു വരേണ്ട ആവശ്യകത ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായി തീരണമെങ്കിൽ സ്തോത്രം, നീ ജീവനുള്ള കല്ല യേശുവിന്റെ അരികിൽ കടന്നു വന്നേ മതിയാകത്തുള്ളൂ. സ്തോത്രം, യേശു ക്രിസ്തുവുമായുള്ള ബന്ധമില്ലാതെ, യേശു ക്രിസ്തുവിനെ നീ സ്വീകരിക്കാതെ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഹലോ, ഈ പ്രഭാതത്തിൽ നിന്നെ രക്ഷിച്ച രക്ഷകനെ തിരിച്ചറിയണം. സ്തോത്രം, ഈ പ്രഭാതത്തിൽ ആ രക്ഷകന് നിന്നെ കുറിച്ചുള്ള ആശയം തിരിച്ചറിയണം. ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ രക്ഷിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതികളുണ്ട്. നിന്നെ വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് പ്ലാനുകളുണ്ട്. ഈ പ്രഭാതത്തിൽ നീയും ഞാനും ദൈവത്തിന്റെ പ്ലാനിൽ മുന്നോട്ട് പോകേണ്ടിയവരാണ്. വിളിച്ച ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകേണ്ടിയവരാണ്. അതല്ലേ താഴോട്ടുള്ള ഭാഗങ്ങളിൽ സ്തോത്രം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും സ്തോത്രം തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ജനം. മുമ്പേ കരുണ ലഭിക്കാത്തവർ, ഇപ്പോൾ നിങ്ങൾ കരുണ ലഭിച്ചവർ. ഹലോ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് യേശുവിന് മഹത്വം കൊടുത്ത് ആമേൻ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ കേൾക്കണമേ സഹോദരങ്ങളെ, ഇരുട്ടിന്റെ അധികാരത്തിനകത്ത് നിന്ന് കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചത്. സ്തോത്രം, ആ ഇരുട്ടിന്റെ അധികാരത്തിനകത്ത് ഞാനും നിങ്ങളുമായിരുന്നപ്പോൾ, ആമേൻ, സ്തോത്രം, എന്നെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത് അറിയാമോ? അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്നോർത്തുകൊള്ളുവിൻ. സ്തോത്രം, ഇരുട്ടിന്റെ രാജ്യം പൈശാചിക രാജ്യമാണ്. ഇരുട്ടിന്റെ രാജ്യം സാത്താന്യ രാജ്യമാണ്. ഈ പ്രഭാതത്തിൽ വെളിച്ചത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ആ രാജ്യത്തിനകത്ത് സ്തോത്രം വെളിച്ചമാണ്. ആ രാജ്യത്തിനകത്ത് ജീവനാണ്. ആ രാജ്യത്തിനകത്ത് നീതിയാണ്. ഇന്ന് പ്രഭാതത്തിൽ ആ രാജ്യം നിന്നെ തകർക്കുന്ന രാജ്യമല്ല, ആ രാജ്യം നിന്നെ പണിയുന്ന രാജ്യമാണ്. ദൈവരാജ്യം നിന്നെ തകർക്കുന്ന രാജ്യമല്ല, ദൈവരാജ്യം നിന്നെ പണിയുകയാണ്. ദൈവരാജ്യം സ്തോത്രം ഉടച്ചുലിന്റെ രാജ്യമല്ല, ദൈവരാജ്യം സമൃദ്ധിയുടെ രാജ്യമാണ്. ഈ പ്രഭാതത്തിൽ ആ രാജ്യത്തിനകത്ത് ആരെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ഇരുട്ടിന്റെ രാജ്യത്തിനകത്തൊന്നും വിടുവിക്കപ്പെട്ട് വെളിച്ചത്തിന്റെ രാജ്യമായ സ്തോത്രം ദൈവരാജ്യത്തിൽ ആരെങ്കിലും പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെട്ട് വെളിച്ചത്തിന്റെ രാജ്യത്തിൽ പ്രവേശിക്കപ്പെട്ട് ഓരോ വ്യക്തിക്കും ആ രാജ്യത്തിന്റെ അവകാശമുണ്ട്. അതത്രേ
കൊലോസ്യ ലേഖനത്തിൽ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥന ഇതാണ്: വെളിച്ചത്തിലുള്ള അവകാശത്തിനായി ഞങ്ങളെ പ്രാപ്തരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത് പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഹലോ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ആമേൻ ദൈവത്തിന് നന്ദി പറഞ്ഞ്, ഓ സ്തോത്രം, നിങ്ങൾ ഇന്നായിരിക്കുന്നത് ഇരുട്ടിന്റെ രാജ്യത്തിനകത്തല്ല, നിങ്ങൾ ഇന്നായിരിക്കുന്നത് വെളിച്ചത്തിന്റെ രാജ്യത്തിനകത്താണ്. ആമേൻ, സ്തോത്രം. നിങ്ങളായിരിക്കുന്നത് കെട്ടപ്പെട്ട രാജ്യത്തിനകത്തല്ല, നിങ്ങളായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ രാജ്യത്തിനകത്താണ്. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിന്നെ വിളിച്ചത് അത്ഭുത പ്രകാശത്തിലേക്കാണ്. യേശുവിന്റെ നാമത്തിൽ ഓ സ്തോത്രം, നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിന്നെ വിളിച്ച ദൈവത്തിന്റെ രാജ്യത്തിലാക്കി വെച്ച് ഈ രാജ്യത്തിന്റെ അവകാശത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കാൻ ദൈവം പദ്ധതിയിടുമ്പോൾ, ഓ സ്തോത്രം, നിന്റെ ജീവിതത്തെ വെളിച്ചത്തിനകത്തുനിന്നും അന്യപ്പെടുത്തി നിന്റെ ഭവനത്തിനകത്തേക്ക് ഇന്നും ഇരുട്ടിന്റെ മേഖലകൾ താണ്ഡവമാടുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തെ മുറുകെ പിടിക്ക്. ഈ വചനത്തെ മുറുകെ പിടിച്ച് യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയട്ടെ: ഞാൻ ഇരുട്ടിന്റെ രാജ്യത്തിനകത്തല്ല, ആമേൻ, ഞാൻ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്താണ്, ഞാൻ അത്ഭുത പ്രകാശത്തിന്റെ രാജ്യത്തിനകത്താണ്. യേശുവിന്റെ നാമത്തിൽ ഓ സ്തോത്രം, ഇപ്പോൾ തന്നെ കർത്താവേ, ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓ സ്തോത്രം, ഈ ഭവനങ്ങൾക്കകത്ത് വെളിച്ചത്തിന്റെ രാജ്യത്തിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കേണ്ട ഓ സ്തോത്രം, ഈ ജനത്തെ ഓ ഇരുട്ടിന്റെ വ്യാപാരങ്ങളിലേക്ക് തള്ളി നിൽക്കുന്ന, ഇരുട്ടിന്റെ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വശീകരിക്കാൻ ശ്രമിക്കുന്ന സകലവിധ ഇരുട്ടിന്റെ പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ കൂടാരങ്ങൾ വിട്ടഴിയട്ടെ. ഓ, ഇപ്പോൾ തന്നെ തലമുറകൾ വിട്ടഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ അവിടെ ഉപജീവന മേഖലകൾ വിട്ട് യേശുവിൻ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. വിടുതലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കട്ടെ. ഓ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വലിയ സ്വാതന്ത്ര്യങ്ങൾ ഭവനങ്ങൾക്കകത്ത് വ്യാപരിക്കുകയാണ്. ഭയങ്കരപ്പെട്ട ദൈവിക പ്രകാശത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ്. നീ വെളിച്ചത്തിലുള്ള അവകാശത്തിലേക്ക് ദൈവം നിന്നെ മടക്കി കൊണ്ടുവരികയാണ്. ബ്രദർ, സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ മണിക്കൂറുകൾ വരെ നിന്നെ തകർത്തുകൊണ്ടിരുന്ന, കഴിഞ്ഞ നിമിഷങ്ങൾ വരെ നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ പൊട്ടിപ്പൊളിയുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഓ, ഇപ്പോൾ തന്നെ ദൈവിക സ്വാതന്ത്ര്യത്തെ പ്രാപിക്കുക, ദൈവിക സ്വാതന്ത്ര്യത്തെ സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഓ സ്തോത്രം, വെളിച്ചത്തിന്റെ രാജ്യത്തിന്റെ അവകാശത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരികയാണ്. അതേ സഹോദരങ്ങളെ, ആമേൻ, സ്തോത്രം, ഇരുട്ടിൽ നിന്നും വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം നമ്മെ ഇരുട്ടിൽ നിന്നും വിടുവിച്ച്, ഇരുട്ടിന്റെ രാജ്യത്തിനകത്തു നിന്നും വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനകത്തേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, എഫേസ്യ ലേഖനത്തിൽ ഓ സ്തോത്രം, ലോക സ്ഥാപനത്തിനു മുമ്പേ ദൈവം നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ആമേൻ സ്തോത്രം അരുളി ചെയ്ത ദൈവം, ആമേൻ സ്തോത്രം, ആ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് ഓ സ്തോത്രം, ദൈവം നമുക്കുള്ള പൊസിഷനെ രേഖപ്പെടുത്തിയിരുന്നു. അതല്ലേ ഓ സ്തോത്രം, ആമേൻ, തിരുവെടുത്ത് പറയുന്ന അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ഓ സ്തോത്രം നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ പക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. കേൾക്കണമേ സഹോദരങ്ങളെ, നമ്മെ തെരഞ്ഞെടുത്തത് വിളിച്ച ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണെങ്കിൽ, ആമേൻ, ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആമേൻ എന്നെയും നിങ്ങളെയും ദൈവമാക്കി വെച്ചിരിക്കുന്നത് സ്വന്ത ജനമായിട്ടാണ്. മുമ്പേ ജനമല്ലാത്തവരായിരുന്നു. ആമേൻ, എഫേസ്യ ലേഖനം പറയുന്ന പോലെ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരായിരുന്നു. ആമേൻ, സ്തോത്രം. കൊലോസ്യ ലേഖനം പറയുന്നത് പോലെ ആമേൻ, ദുഷ്പ്രവർത്തികളാൽ ഞാനും നിങ്ങളും ഓ സ്തോത്രം ദൈവത്തിന്റെ മനസ്സിനകത്തുനിന്നും അകന്നുപോയവരായിരുന്നു. ഓ, യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ഓ സ്തോത്രം എനിക്കും നിങ്ങൾക്കും ദൈവത്തിലേക്കുള്ള ബന്ധം ഓ സ്തോത്രം യേശുവിന്റെ രക്തത്താൽ ഒരു പുതുവഴി തുറക്കപ്പെടുകയായിരുന്നു. അതെ, പുതിയ നിയമ ഉടമ്പടിയിലൂടെ ഒരു പുതിയ വഴി ദൈവത്തിങ്കിലേക്ക് തുറക്കപ്പെടുകയായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞാനും നിങ്ങളും അന്യനല്ല, ഞാനും നിങ്ങളും പരദേശികളല്ല, ഞാനും നിങ്ങളും ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. എന്നെ നിങ്ങളെയും കുറിച്ച്
ദൈവം ആമേൻ സ്തോത്രം ആക്കി വെച്ചിരുന്ന പൊസിഷനിലേക്ക് ഈ പ്രഭാതത്തിൽ പരിശുദ്ധയാത്മാവ് എന്നെ നിങ്ങളെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തോത്രം നിങ്ങൾ സ്തോത്രം അലഞ്ഞുടലേണ്ട ആമേൻ വ്യക്തികളല്ല, എവിടെയെങ്കിലും സ്തോത്രം മാറിപ്പോകേണ്ട വ്യക്തികളല്ല. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കുറിച്ച് ദൈവം ആമേൻ കണ്ടിരിക്കുന്ന ആ പദവികളിലേക്ക്, ആ പൊസിഷനിലേക്ക് ദൈവം നിങ്ങളെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞേ, ദൈവം നിന്നെ ഇരുട്ടിന്റെ അധികാരത്തിനകത്തുനിന്ന് വിടുവിച്ചത്, അന്ധകാരത്തിനകത്തുനിന്ന് വിടുവിച്ചത് സ്തോത്രം ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ്, ദൈവത്തിന്റെ നല്ല വാർത്തയെ പ്രഖ്യാപിക്കാനാണ്, അത് സത്യസുവിശേഷത്തെ ലോകത്തോട് അറിയിക്കാനാണ്. തീർന്നില്ല. അങ്ങനെ അറിയിക്കാൻ വിളിച്ച നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് സ്തോത്രം ആമേൻ വിശുദ്ധ പുരോഹിത, രാജകീയ പുരോഹിത വർഗമായിട്ടാണ്, ആമേൻ വിശുദ്ധ വംശമായിട്ടാണ്, സ്വന്തം ജനമായിട്ടാണ്. നീ ദൈവത്തിന്റെ സ്വന്തമാണ്, നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. സ്തോത്രം. അതുകൊണ്ട് ആ തിരുവെടുത്ത് പറയുന്ന നിന്നെ തൊടുന്നവനും നിന്നെയല്ല, ദൈവത്തിന്റെ കൺമണി എത്രയെ തൊടുന്നത്. അങ്ങനെ രാജകീയ പുരോഹിത വർഗമായി തെരഞ്ഞെടുക്കപ്പെട്ട്, സ്വന്തം ജനമായി തെരഞ്ഞെടുക്കപ്പെട്ട്, വിശുദ്ധ വംശമായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ആ പൊസിഷനിലേക്ക് കയറി വരണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് കയറി വരണമെങ്കിൽ, ഞാനും നിങ്ങളും ജീവനുള്ളതല്ല യേശുവിന്റെ അരികിൽ കടന്നു വരണം. അവിടെയാണ് പണി നടക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരെ, യേശുവിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കിയവരെ, രക്ഷിക്കപ്പെട്ട ശേഷം, രക്ഷ കരസ്ഥമാക്കിയപ്പെട്ടതിന് ശേഷം വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ, സ്തോത്രം, അത് തകർച്ചയല്ല, ദൈവം നിങ്ങളെ പണിയുകയാണ്. എന്തിനാ പണിയുന്നേ? നീയും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആയിത്തീരുവാൻ ദൈവം നിന്നെ പണിയുകയാണ്. സ്തോത്രം. ജീവനുള്ള കല്ല് പോലെ ആയിത്തീരുന്ന ഞാനും നിങ്ങളും സ്തോത്രം കൂടിച്ചേർന്ന് ദൈവത്തിന്റെ നിവാസമായി വേണ്ടതിന് ദൈവം പണിയുകയാണ്. അതിന് ദൈവം ജീവനുള്ള കല്ലായ എന്നെയും നിങ്ങളെയും, സ്തോത്രം, ജീവനുള്ള കല്ലായ എന്നെയും നിങ്ങളെയും ദൈവം സ്തോത്രം പെറുക്കി വെച്ചു ദൈവത്തിന്റെ മന്ദിരത്തെ പണിയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഭവനത്തിന്റെ പണി നടക്കുന്നിടത്ത് പോയാൽ കാണുവാൻ കഴിയും, ഇഷ്ടിക പിറകി വെക്കുമ്പോൾ സ്തോത്രം അടിയിൽ വെച്ച കല്ലിനകത്തുനിന്നും വ്യത്യസ്തമായിട്ടാണ് മുകളിലിട്ട കല്ലിരിക്കുന്നുവെങ്കിൽ, സ്തോത്രം, അത് നിർമ്മിക്കുന്ന, സ്തോത്രം, നിർമ്മിക്കുന്ന, അത് പണിയുന്ന സ്തോത്രം, ആമേൻ ആമേൻ, ആ മനുഷ്യൻ ആമേൻ അതിനെ ചെത്തുന്നത് കാണുവാൻ കഴിയും, അതിനെ തട്ടുന്നത് കാണുവാൻ കഴിയും. എന്തിനെന്നറിയാവോ? അതിന്റെ സ്തോത്രം ഒരേ നിലവാരത്തിൽ പണിയപ്പെടേണ്ടിയതിന്, സ്തോത്രം, അടിയിലത്തെ അതേ ലെവലിൽ പണിതു വരേണ്ടതിന്, സ്തോത്രം, ആമേൻ, ഒന്നുകൂടി പറഞ്ഞാൽ തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന പ്ലാനിനൊത്തവണ്ണം പണിത് ആ ബിൽഡിംഗ് പൂർത്തീകരിക്കേണ്ടതിന് ചിലതിനെ ചെത്തുന്നു, ചിലതിനെ തട്ടുന്നു, ഇടിക്കുന്നു, ചിലതിനെ ഉടയ്ക്കുന്നു എന്നതുപോലെ ജീവനുള്ള കല്ലായി യേശു ക്രിസ്തുവിന്റെ അരികിൽ കടന്നു വന്ന് ജീവനുള്ള കല്ലായി മാറുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ നിവാസം പണിയേണ്ടതിന്, ദൈവത്തിന്റെ മന്ദിരം പണിയേണ്ടതിന് ചിലതിനെ ദൈവം ചൊത്തുകയാണ്. ദൈവം ചിലതിനെ സ്തോത്രം ഉടയ്ക്കുകയാണ്. എന്തിനാ? സ്തോത്രം, ആമേൻ, അതിന്റെ ശ്രേഷ്ഠതയ്ക്കകത്ത് ദൈവത്തിന്റെ പ്ലാനിനൊത്തവണ്ണം നിന്നെ പണിതെടുക്കുവാൻ. അത് നിന്റെ തകർച്ചയല്ല, അത് നിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീരും ബ്രദർ. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം വ്യത്യസ്തമാകുന്ന ഹൃദയഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, വ്യത്യസ്തമാകുന്ന ഉടയ്ക്കപ്പെടുന്ന ചിന്തകളിലൂടെ കടന്നു പോകുന്നവരെ, നിങ്ങളുടെ തകർച്ചയുടെ സീസൺ അല്ല. സ്തോത്രം, ദൈവം നിങ്ങളെ പണിയുന്ന കാലഘട്ടമാണ്. ദൈവം നിങ്ങളിൽ പണി നടത്തുന്ന സീസണാണ്. എന്തെന്നറിയാമോ? നിങ്ങളുടെ മേൽ സ്തോത്രം വെളിച്ചത്താലുള്ള അവകാശം നിങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടിയതിന്, അന്ധകാരത്തിനകത്തുനിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, തെരഞ്ഞെടുക്കപ്പെട്ട സഹോദര, തെരഞ്ഞെടുക്കപ്പെട്ട സഹോദരി, നീ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, നീ രാജകീയ പുരോഹിത വർഗമാണ്, നീ വിശുദ്ധ വംശമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം, നിന്നെ ഇരുട്ടിന്റെ അധികാരത്തിനകത്തുനിന്നും വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത് പിന്നെയും സ്തോത്രം, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കുവാനല്ല. ഹല്ലേലൂയ. വേദപുസ്തകം പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, തിരുവെടുത്ത് പറയുകയാണ്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി സകലത്തിലും വിശുദ്ധരായിരിപ്പിൻ. അതേ സഹോദരങ്ങളെ, ഇരുട്ടിന്റെ അധികാരത്തിനകത്തുനിന്നും, സത്താന്റെ അധികാരത്തിനകത്തുനിന്നും, തകർച്ചയുടെ ആധിപത്യത്തിനകത്തുനിന്നും ജീവനുള്ള കല്ലായ യേശു
യേശുക്രിസ്തു നിങ്ങളെ വിടുവിച്ച് ദൈവത്തിന്റെ പ്രിയമക്കളും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനമെന്നുള്ള പൊസിഷനകത്തേക്ക് ഇരുത്തുവാൻ ദൈവം നിങ്ങളെ പണിയുമ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ നിങ്ങളിൽ തള്ളിക്കേറി വന്ന ഇരുട്ടിന്റെ രാജ്യത്തിന്റെ പ്രോഡക്റ്റ് ആയിരിക്കുന്ന ആ മോഹവലയങ്ങൾക്കകത്തും നിങ്ങൾ വീണു പോകരുത്. നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ അല്ല നിങ്ങൾ മാതൃകയാക്കേണ്ടത്. നിങ്ങളെ വിളിച്ച വിശുദ്ധനായ ദൈവത്തിനൊത്തവണ്ണം, നിങ്ങളെ വിളിച്ച കർത്താവിന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാം നടപ്പിലും വിശുദ്ധരായി തീരുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. കാര്യം എന്നാണെന്നറിയാവോ? സ്വന്തം നിങ്ങളെയും എന്നെയും കുറിച്ചുള്ള വിളി വ്യത്യസ്തമാണ്. നിങ്ങളെയും എന്നെയും രാമൻ രക്ഷിച്ചതിന്റെ രക്ഷയ്ക്ക് പിന്നിൽ ഭയങ്കരമായ ദൈവിക നിർണയങ്ങളുണ്ട് ബ്രദർ, ഭയങ്കരമായ ദൈവിക നിർണയങ്ങളുണ്ട് സിസ്റ്റർ. അതല്ലേ ഇതിന്റെ ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുക, അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ വീണ്ടും ജനിക്കപ്പെട്ട് ജീവനുള്ള കല്ലായി മാറുവാൻ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദൈവത്തിന്റെ നിവാസമാകുവാൻ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്വന്തം വിശുദ്ധ പുരോഹിത വർഗമാകുവാൻ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, ഈ പ്രഭാതത്തിൽ കേൾക്കണം. വിശ്വാസത്താൽ ദൈവശക്തി നീ കാക്കപ്പെടുകയാണ്. സ്തോത്രം. രക്ഷ സ്വീകരിച്ച നീ എന്തേ പലയിടത്തും ഉടഞ്ഞു പോകാത്തെ, എന്തേ പലയിടത്തും തകർന്നു പോകാത്തെ, നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകത്തക്ക ക്രമത്തിലുള്ള എത്ര പ്രശ്നങ്ങൾ, എത്ര കൊടുങ്കാറ്റ് പോലുള്ള വിഷയങ്ങൾ നിനക്കെതിരെ ആഞ്ഞു വന്നു, എന്തേ നീ തകരാത്തെ? നീ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുകയാണ്. ഈ പ്രഭാതത്തിൽ നീ നിൽക്കുന്നതല്ല, ദൈവം നിന്നെ നിർത്തുന്നതാണ്. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ പകരുന്ന ദൈവത്തിന്റെ കൃപ വലിയതാണ്. കാരണം സ്തോത്രം, വലിയൊരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ വീണ്ടും ജനിപ്പിച്ചത്. ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ജനിച്ച ദൈവ പൈതലേ, പിന്നെയും പണ്ട് കാലത്ത് നിന്റെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾക്കകത്ത് നീ വീണു പോകരുത്. റോമാലേഖനം 6-ാം അധ്യായം പറയുന്ന പോലെ ഇനിയും നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ സ്വന്തം മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കുവിൻ. സ്തോത്രം. ഇനി നീ പാപത്തിന് അടിമയല്ല. സ്തോത്രം. ഇനി നീ നീതിക്ക് ദാസനാണ്. ഇനി നീ പാപത്തിന്റെ കർത്താവിന്റെ പിന്നാലെ അല്ല പോകുന്നത്. ഇനി നീ നീതിയുടെ കർത്താവായ യേശുവിന്റെ പിന്നാലെയാണ് പോകേണ്ടത്. ഇനി നിനക്ക് നിനക്കുള്ള ബന്ധം ഇരുട്ടിന്റെ രാജ്യവുമായിട്ടല്ല ബന്ധം. സ്തോത്രം. ഇനി നിനക്കുള്ള ബന്ധം ദൈവത്തിന്റെ രാജ്യവുമായിട്ടാണ് ബന്ധം. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യവുമായിട്ടാണ് ബന്ധം. ആ രാജ്യത്തിനകത്താണ് പണി നടക്കുന്നത്. ആ രാജ്യത്തിനകത്താണ് സ്തോത്രം നീ ജീവനുള്ള കല്ലായി തീരുവാൻ പണിതുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തിനകത്താണ് സ്തോത്രം ദൈവത്തിന്റെ നിവാസമാകുവാൻ ദൈവം നിന്നെ പണിയുന്നത്. ആ രാജ്യത്തിനകത്താണ് ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നത്. ഇന്ന് പ്രഭാതത്തിലും ദൈവരാജ്യത്തിനകത്തായ സ്തോത്രം നിന്റെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ കുഞ്ഞേ പിറുപിറുക്കരുത്. രാജ്യത്തിനകത്ത് നിനക്ക് പ്രതിസന്ധി കടന്നു വരുന്നത് ദൈവം അറിയുകയല്ല, ദൈവം നിന്നെ ചെത്തുന്നതാണ്. എന്തിനാ? അധിക ഫലം കാക്കേണ്ടത്. എന്നിൽ കാക്കാത്ത കൊമ്പൊക്കെയും വെട്ടിക്കളയുന്നു, കാക്കുന്നതൊക്കെയും അധിക ഫലം കാക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹലോ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങൾ മാറ്റരികത്തും നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ആഗ്രഹ സാക്ഷാത്കാരത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെങ്കിൽ, ഞാനും നിങ്ങൾ കടന്നു വരണമെങ്കിൽ ഈ ജീവനുള്ള കല്ലായ യേശുവിന്റെ അരികിൽ കടന്നു വരണം. എന്ത് ഇത്ര പ്രാധാന്യം? ഈ രക്ഷയുടെ പ്രാധാന്യം എന്തുവാ? 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം പറഞ്ഞല്ലോ, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവശക്തിയിൽ സ്തോത്രം കാക്കപ്പെടുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. സ്തോത്രം. ആ
വീണ്ടും ജനനത്തിന്റെ അടിസ്ഥാനം എന്തുവാണ്? ആ വീണ്ടും ജനനത്തിന്റെ പ്രാധാന്യം എന്തുവാണ്? 1-ാം അധ്യായം 23-ാമത്തെ വാക്യം പഠിക്കണം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുണങ്ങി പൂതിർന്നു, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. കുഞ്ഞേ, വീണ്ടും ജനിക്കപ്പെട്ട സഹോദര, വീണ്ടും ജനിക്കപ്പെട്ട സഹോദരി, പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ, ഓ സ്തോത്രം, ഇപ്പോൾ തകരുമെന്നുള്ള നിലകളിൽ, ഇപ്പോൾ തകർക്കുമെന്നുള്ള നിലകളിൽ തിരമാലകൾ ആഞ്ഞടിച്ചു വരുമ്പോൾ നീ തകർന്നു പോകുകയില്ല. കാരണം നീ ലോകക്കാരുടെ കൂട്ടത്തല്ല ഉള്ളവനല്ല, നീ ലോകക്കാരുടെ കൂട്ടത്തിലുള്ളവനല്ല, ഉള്ളവളല്ല. ആമേൻ. നീ ദൈവവചനത്താൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും വാക്കുമാറാത്ത ദൈവത്തിന്റെ വചനത്തിനകത്ത് വീണ്ടും ജനിക്കപ്പെട്ടവനാണ്. നിന്റെ വീണ്ടും ജനനം മനുഷ്യൻ അറിഞ്ഞിട്ടല്ല, നിന്റെ വീണ്ടും ജനനം സ്വർഗം അറിഞ്ഞിട്ടാണ്. ഓ, നീ വീണ്ടും ജനിച്ചത് മനുഷ്യന്റെ ഇഷ്ടപ്രകാരമല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം. ദൈവമയച്ച ദൈവത്തിന്റെ വചനത്താലാണ് നീയും ഞാനും വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്നത്. ഓ സ്തോത്രം. ആ വീണ്ടും ജനനത്തിൽ എന്താ സംഭവിച്ചേ? വീണ്ടും ജനനത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം. സ്തോത്രം. ഒന്ന്, വെള്ളത്താൽ ജനനം നടക്കണം. രണ്ട്, ആത്മാവിലുള്ള ജനനം നടക്കണം. അതല്ലേ? ഓ സ്തോത്രം. നിക്കോദിമോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി യേശുവിന്റെ അരികിൽ രഹസ്യമായി കടന്നു വന്നിട്ട് ചോദിക്കുന്നു, ഗുരുവോ, നീ ദൈവത്തിന്റെ അരികിൽ വന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ അരികിൽ നിന്ന് വന്നവനല്ലാതെ ഈ വിധത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. ഓ സ്തോത്രം. വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്താണ്? അമ്മയുടെ ഉദരത്തിനകത്ത് ഞാൻ ഒന്നുകൂടി ജനിക്കണമോ? എന്താ നിക്കോദിമോസിനോട് യേശു പറഞ്ഞേ? നിക്കോദിമോസേ, വീണ്ടും ജനനം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിനകത്ത് പിന്നെയും കയറി ജനിക്കുന്നതല്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. അർത്ഥം, വീണ്ടും ജനനം എന്ന് പറയുന്നത് വെള്ളത്താൽ ജനിച്ചിരിക്കണം. ആമേൻ. ജലത്താൽ നീ വീണ്ടും ജനിക്കുമ്പോൾ നിന്റെ പഴയ മനുഷ്യനെ കൊണ്ട് കുഴിച്ചിടുകയാണ്. ആമേൻ. സ്തോത്രം. ആത്മാവിനാൽ നീ വീണ്ടും ജനിക്കുമ്പോൾ വിശ്വാസത്താൽ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ അതാ രക്ഷയുടെ പ്രാധാന്യം. രക്ഷിക്കപ്പെട്ട സഹോദര, വീണ്ടും ജനിക്കപ്പെട്ട സഹോദര, സഹോദരി, കേൾക്ക. ആമേൻ. സ്തോത്രം. ഈ പ്രഭാതത്തിൽ നീ വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കപ്പെട്ട വ്യക്തിയാണ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഓ സ്തോത്രം, നിന്റെ പഴയ മനുഷ്യനെ നീ കൊണ്ട് കുഴിച്ചിട്ട് അതിനെ അടക്കം ചെയ്ത വ്യക്തിയാണ്. ആമേൻ. തീർന്നില്ല, പുതിയ മനുഷ്യനെ നീ ധരിച്ചിരിക്കുകയാണ്. പഴയ മനുഷ്യന്റെ മരണവും മരിച്ച മനുഷ്യനെ കൊണ്ട് അടക്കം ചെയ്യുകയും ചെയ്തിട്ട് നിന്റെ അകത്തൊരു പുതിയ മനുഷ്യൻ ജനിച്ചിരിക്കുകയാണ്. ആ പുതിയ മനുഷ്യന്റെ തേജസ്സാണ് നീ ധരിച്ചിരിക്കുന്നത്. ആ തിരുവെടുത്ത് പറയുന്നത് ക്രിസ്തുവിനെ നീ ധരിച്ചിരിക്കുകയാണ്. ഓ, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും നീ ദൈവഹിതത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, നിന്റെ ജീവിതം ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്തോത്രം. നിന്നോട് ആ ദൈവം പറയുന്നേ, ആമേ സ്തോത്രം, ആമേ, ആകയാൽ ആമേ സ്തോത്രം, ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായും നിർമ്മതരായും ഇരിപ്പീൻ. ഓ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വരുവാനുള്ള ദൈവകൃപയിൽ ഓ സ്തോത്രം മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കുഞ്ഞെ, ആമേ, ക്രിസ്തുവിൽ ഒന്നാമതായി ഉറപ്പുള്ളവരായിരിക്കട്ടെ. രണ്ടാമത്തേതിലേക്ക് കടന്നു വരുമ്പോൾ തിരുവെടുത്ത് പറയുകയാണ്, ആരോടാ? ഇത്രയധികം ആമേ വിലപിടിപ്പുള്ള ആമേ സ്തോത്രം രക്ഷയെ നമുക്ക് നൽകി തന്ന, ഓ മനുഷ്യന്റെ റിസ്കിലല്ല, ഓ രക്തബന്ധങ്ങളുടെ ഇഷ്ടത്തിനൊത്തവണ്ണമുള്ള അല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം തന്റെ വചനം, കെടാത്ത ബീജമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമയച്ച് എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വീണ്ടും ജനിപ്പിച്ച് വെളിച്ചത്തിലുള്ള അവകാശത്തിന് ഓഹരിക്കാരായി തിരുക്കുമെന്നൊക്കെവണ്ണം വിളിക്കുന്ന ദൈവം. ഓ സ്തോത്രം. ഒന്നാമതായി കർത്താവ് പറയുന്നു, ഓ സ്തോത്രം, ആമേൻ, ആമേൻ, യേശു ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായിരിപ്പീൻ. ആമേൻ. വാക്യം സ്തോത്രം. ആമേൻ. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. വാക്യം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായി നിർമ്മതരായിരിപ്പീൻ. ഓ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ വരുവാനുള്ള ദൈവകൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. 1-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ ആമേൻ സ്തോത്രം, സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഓ സ്തോത്രം. ഈ പ്രഭാതത്തിൽ സഹോദരങ്ങളെ, പ്രതിസന്ധികൾ ആഞ്ഞടിക്കാം, പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കാം. അത് തന്നെ 2-ാം അധ്യായത്തിന്റെ ഓ സ്തോത്രം 11-ാമത്തെ വാക്യം പറയുന്നു, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ ഓ നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ഓ ദുഷ്പ്രവർത്തിക്ക്
പള്ളിക്കാരെന്ന് ദുഷിക്കും തോറും സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കട്ടെ. അതേ സഹോദരങ്ങളെ, പ്രതിസന്ധികളുള്ള പ്രതികൂലങ്ങളുള്ള ഈ വിശ്വാസഗോളത്തിനകത്ത് പ്രതിസന്ധികൾ അഞ്ഞടിക്കുമ്പോഴും രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവകൃപയിൽ ജീവനുള്ള കല്ല യേശുക്രിസ്തുവിന്റെ അരികിൽ കടന്നു വന്ന് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരു ആത്മീക ഗ്രഹമായി ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത മാർഗമാകേണ്ടതിന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവസഭയ്ക്ക് മുമ്പിൽ പ്രതികൂലങ്ങൾ അഞ്ഞടിക്കുമ്പോഴും പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും തിരിച്ചറിയണം, ഇരുട്ടിന്റെ അധികാരത്തിനകത്തുനിന്നും ദൈവം വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. ഒരു സുരക്ഷിതത്വമുള്ള രാജ്യത്തിനകത്താണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. സ്തോത്രം, ഇരുട്ടിന്റെ പ്രവർത്തികൾക്ക് കൂട്ടാളികളാകുവാനല്ല. സ്തോത്രം, അന്ധകാരത്തിനകത്തുനിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആമേ വിളിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. തകർച്ചയിൽ നിന്നാണ് ദൈവം നിന്നെ വിളിച്ചത്. ഭയങ്കരപ്പെട്ട ശിക്ഷാവിധിയിൽ നിന്നാണ് ദൈവം നിന്നെ വിടുവിച്ച് രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. തീർന്നില്ല. ആമേൻ. സ്തോത്രം. അതിന്റെ പിന്നിൽ ദൈവം അയച്ച കെടാത്ത ബീജമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും വചനത്തിന് മാറ്റമില്ല. ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ദൈവവചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട് നിന്റെ ജീവിതത്തിൽ ദൈവം അറിയാതൊന്നും സംഭവിക്കത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ലോകം നിനക്കെതിരെ വന്നാലും കുഞ്ഞെ കേൾക്കുക, ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ ഇടപെടലിനകത്താണ് നീ വീണ്ടും ജനിക്കപ്പെട്ടത്. ദൈവത്തിന്റെ വചനത്തിനകത്താണ് നീ വീണ്ടും ജനിക്കപ്പെട്ടത്. നീ ദൈവത്തിന്റെ കൺമണിയാണ്. നിന്നെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്, അതേ ജീവനുള്ള കല്ലായി തീരേണ്ടതിന്, അതേ അന്ധകാരത്തിനകത്തുനിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നവനെ, വിളിച്ചു കൊണ്ടുവന്നവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തെരഞ്ഞെടുപ്പ് ലഭിച്ചവനാണ് ഞാൻ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, എന്നെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ. സ്തോത്രം. ആകയാൽ ഞാൻ ക്രിസ്തുവിൽ ഉറപ്പുള്ളവനായിരിക്കണം. എന്റെ ഉറപ്പിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യം എന്തുവാ? അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ. കുഞ്ഞേ, ഈ ദിവസങ്ങളിൽ സ്തോത്രം, വീണ്ടും ജനിക്കപ്പെട്ട സഹോദര, വീണ്ടും ജനിക്കപ്പെട്ട സഹോദരി, ഒരു മോഹങ്ങളും നിന്നെ സ്വാധീനിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഇരുട്ടിന്റെ രാജ്യത്തിനകത്തുനിന്ന് നിന്റെ മേൽ തള്ളിക്കയറി വരുന്ന സകലവിധ ദുർമോഹങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തെ മുറുകെ പിടിച്ച് പുറത്താക്കുക. യേശുവിന്റെ നാമത്തിൽ നീ വിടുവിക്കപ്പെടുകയാണ്. നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുന്നതിന് തടസ്സമായി നിന്റെ മേൽ വ്യാപരിക്കുന്ന അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. ദൈവകൃപയിലേക്ക് ശരണപ്പെടുക. ഈ പ്രഭാതത്തിൽ നിന്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ജീവനെ ചോർത്തിക്കളയുന്ന ഒന്നിനും നിന്നിൽ സ്ഥാനമുണ്ടാകരുത്. ഒന്നിനും നീ സ്തോത്രം, ഒന്നിനും നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ദൈവഹിതമില്ലാത്ത സകലത്തിനെ ക്യാൻസൽ ചെയ്യട്ടെ. ഈ പ്രഭാതത്തിൽ നീ ദൈവഹിതത്തിലേക്ക് കടന്നു വരട്ടെ. നീ അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വന്നവനാണ്. നീ പുത്രന്റെ രാജ്യത്തിനകത്തായിരിക്കുന്നവനാണ്. ഇന്ന് പ്രഭാതത്തിൽ നീ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒന്നാമതായി ജീവനുള്ള കല്ലുകളായി തീരുവാൻ, രണ്ടാമതായി ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്, മൂന്നാമതായി ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആകയാൽ ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായിരിക്കണം. സ്തോത്രം. നമുക്ക് വരുവാനുള്ള രക്ഷയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. രണ്ടാമതായി എല്ലാ അസൂയയും സ്തോത്രം, സകല ദുഷ്ടതയും, എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. സ്തോത്രം. കർത്താവ് നിന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. നീ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ നീ താഴ്വരകളല്ല, പണി ദൈവ പദ്ധതിയിലേക്ക് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. എന്തിനാ? നീ രാജകീയ പുരോഹിത വർഗമാകേണ്ടിയവനാണ്. നീ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. നീ വിശുദ്ധ വംശമാണ്. യേശുവിന്റെ നാമത്തിൽ ആ പൊസിഷനിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ ഭവനത്തിനകത്തുനിന്ന് ശാസിക്കപ്പെടുന്ന പകൽക്കാലമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ ജീവിതത്തിനകത്തുനിന്നും അകന്നു പോകുന്ന പകൽക്കാലമായി തീരട്ടെ. അതെ, സ്തോത്രം. ചില മേഖലകൾക്ക് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ വെട്ടേൽക്കപ്പെടുന്ന പകൽക്കാലമായി തീരട്ടെ.
നീ സ്വതന്ത്രമാക്കപ്പെടുന്ന പകലാണ്. ഓ സ്തോത്രം, കൺകളെ അടച്ച് പറഞ്ഞേ, ഓ സ്തോത്രം, നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ തകർച്ചയുടെ ഭീതിയിട്ടുകൊണ്ടിരിക്കുന്ന, നിരാശയുടെ തലങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിന്റെ ആഴങ്ങളോട്, ഇരുട്ടിന്റെ മേഖലകളോട് യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രഖ്യാപിക്കുക. ഓ സ്തോത്രം, അന്ധകാരത്തിനകത്തു നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. വിളിച്ചു പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ. ഓ സ്തോത്രം, ചില ജീവിതങ്ങളെ വിട്ട് അശുദ്ധാത്മാക്കൾ അഴിയുന്ന പ്രഭാതമാണ്. അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില കുടുംബങ്ങൾ വിട്ട് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഓ നിന്റെ ചിന്തകൾക്കകത്ത് കിടക്കുന്ന എല്ലാ ദുർവ്യാപാരങ്ങളെ കർത്താവ് അഴിക്കുകയാണ്. ഓ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, നീ ആരാധിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ ഓ നിന്റെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ നിന്നെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ കണ്ണുകളിലൂടെ, ഓ നിന്റെ ചെവിയിലൂടെ, നിന്റെ സംസാരത്തിലൂടെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ നിന്നെ പണിയുന്ന കർത്താവ് ഓ സ്വന്തം നിന്നോട് പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ നീ മുറുകെ പിടിക്കുക. ഈ വചനത്തെ നീ മുറുകെ പിടിക്കുക. ദൈവിക വിടുതലുകൾ നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. നിനക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നിടത്ത് നിന്നെ കഴിവുള്ളവനാക്കി നിർത്തി ദൈവത്തിന് വേണ്ടി നിന്നെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന്റെ പദ്ധതി ഈ വിശുദ്ധ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. എല്ലാവരും ചില മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ച്, എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ച്. മഹത്വം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവ സാന്നിധ്യം ചലിച്ചു കൊണ്ടിരിക്കുന്നു. ഓ വെളിച്ചത്തിന്റെ രാജ്യത്തിന്റെ മഹത്വം ചലിച്ചു കൊണ്ടിരിക്കുന്നു. ചിലതിന്റെ മേൽ ജീവൻ പകരികയാണ് ദൈവം. ചില ഭവനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുകയാണ്. ഓ ചിലതിനെ ദൈവത്തിന്റെ പ്ലാനിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരികയാണ്. യേശുവിന്റെ നാമത്തിൽ ജീവനുള്ള കല്ലായ അവന്റെ അരികിൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരേ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ചില വ്യക്തികളെ കർത്താവ് ഈ പ്രഭാതത്തിൽ പണിയുന്നു, ചില കുടുംബങ്ങളെ കർത്താവ് ഈ പ്രഭാതത്തിൽ പണിയുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ടും നിന്നെ വിട്ടുമാറാവണം നിന്നെ പിന്തുടരുന്ന ഇരുട്ടിന്റെ രാജ്യത്തിന്റെ ക്രിയകളെ കർത്താവ് പൊട്ടിക്കുകയാണ്. വിശ്വസിക്കുക യേശുവിന്റെ നാമത്തിൽ. ഓ സ്തോത്രം, രോഗത്തിന്റെ വേരുകളെ കാരണമില്ലാതെ നിന്നെ പിന്തുടരുന്ന, ഓ സ്തോത്രം, ആമേൻ, രോഗത്തിന്റെ വേരുകളെ കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. വിശ്വസിക്കുക, ഈ പ്രഭാതത്തിൽ നിന്നെ പിന്തുടരുന്ന, നീ വിട്ടിട്ടും എത്ര പരിശ്രമിച്ചിട്ടും നിന്നെ വിട്ടുമാറാതെ പിന്തുടരുന്ന സ്വഭാവങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവ് ക്യാൻസൽ ചെയ്ത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നിന്നെ വഴി നടത്താൻ പോകുകയാണ്. എല്ലാ രോഗത്തിന്റെ വേരുകളെയും കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ കൂട്ടം കൂട്ടമായി രോഗികൾ സൗഖ്യമാകട്ടെ. ഓ ഇപ്പോൾ തന്നെ എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ. ശ്വാസം മുട്ടലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശിരസ് സംബന്ധമായുള്ള രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. എല്ലാ കിടരോഗികളും യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവവചനത്തെ ഉറപ്പിച്ച ദൈവം, ഉറപ്പിക്കുന്ന ദൈവം, ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം ഇന്ന് പ്രഭാതത്തിലും ഈ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് സൗഖ്യങ്ങളെ, അത്ഭുതങ്ങളെ, അടയാളങ്ങളെ, അസാധാരണ വീര്യപ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. ഇപ്പോൾ തന്നെ മുടന്തന്മാർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ. ഈ വചനത്തിന്റെ ശക്തിയാൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയും ഇപ്പോൾ. ഓ സ്തോത്രം, മുടന്തന്മാർ എഴുന്നേറ്റ് നടക്കട്ടെ. കുരുടന്മാരുടെ കണ്ണുകൾ തുറന്നു വരട്ടെ. ചെകിടന്മാർ കേൾക്കട്ടെ. അസാധാരണ വീര്യപ്രവൃത്തികൾ യേശുവിൻ നാമത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ തന്നെ കർത്താവേ സൗഖ്യങ്ങൾ, ആമേൻ, ശാരീരിക മണ്ഡലത്തിൽ, ഓ മാനസിക മണ്ഡലത്തിൽ ദൈവിക സൗഖ്യങ്ങളെ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ചിലതിനെ ഒറ്റപ്പെട്ട, ചിലതിനെ ദൈവം ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ഹൃദയത്തിന്റെ മുറിവുകളെ പരിശുദ്ധാത്മാവ് കെട്ടിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. വചനമയച്ചു പിടിവിക്കുന്ന ദൈവത്തിന്റെ മഹിമ ഈ കൂടാരങ്ങൾക്കകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അത് ചലിച്ചുകൊണ്ടിരിക്കട്ടെ, അത് വിടുതലായി വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. കർത്താവിന്റെ അത്ഭുതം ഈ മക്കൾ കാണട്ടെ. അത്ഭുതം ചെയ്യും, വലിയ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അതേ സഹോദരങ്ങളെ, ഓ സ്തോത്രം, ജീവനുള്ള കല്ല യേശുവിൻ്റെ അരികിൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഒരേ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പം തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് ദൈവം നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആകയാൽ ഈ ദിവസങ്ങൾ ദൈവം നമ്മെ പണിയുന്ന ദിവസങ്ങളാണ്. ഇത് തകർച്ചയുടെ ദിവസങ്ങളല്ല, ഇത് ഉടച്ചിലിൻ്റെ ദിവസങ്ങളല്ല, പണിത് ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാണ്. നിന്റെ തല ഉയരുന്ന ദിവസങ്ങളാണ്, ദൈവം ഉയർത്തുന്ന ദിവസങ്ങളാണ്. ആകയാൽ
ഭയപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ, ജീവനുള്ള കല്ലായ ക്രിസ്തുവുമായി ചേർന്ന് ഒരിക്കലും വിട്ടുപിരിയാത്ത ബന്ധത്തിൽ തുടർന്നാൽ നിങ്ങളുടെ ജീവിതം എന്നും എന്നും വിജയത്തിലേക്ക് കുതിക്കുവാനിടയായി തീരും. അതിനായി പരിശുദ്ധയാത്മാവ് നമ്മുടെ മേൽ അതിനൊരു അഭിഷേകത്തെ പകരട്ടെ, കൃപകളെ പകരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.